വിലപ്പെട്ട റിബൺ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ പതിവ് ഊരു ചുറ്റലിന് ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ ടോട്ടോച്ചാൻ. അപ്പോഴാണ് അസംബ്ലി ഹാളിന് മുന്നിൽ വെച്ച് മാസ്റ്റർ അവൾ കണ്ടുമുട്ടിയത്. ഭക്ഷണവേളയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ പരസ്പരം കണ്ടുമുട്ടിയെന്ന് പറയാനാവില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എതിരെ വരികയാണ്. അതുകൊണ്ട് ഇത്തവണത്തേത് മുഖാമുഖമുള്ള കൂടിക്കാഴ്ച തന്നെ. ടോട്ടോച്ചാൻ, നിന്നെ കണ്ടത് നന്നായി, മാസ്റ്റർ പറഞ്ഞു. ഞാനേ നിന്നോടൊരു കാര്യം തിരക്കണമെന്ന് വിചാരിക്കായിരുന്നു. ഉവ്വോ, വിശേഷപ്പെട്ട വിവരങ്ങൾ വല്ലതും മാസ്റ്റർക്ക് നൽകാനായിരിക്കുമെന്ന് വിചാരം അവളെ സന്തോഷിപ്പിച്ചു. എന്താ അറിയണ്ടേ? അവൾ ആവേശപൂർവ്വം ചോദിച്ചു. ആ റിബൺ നിനക്ക് എവിടുന്നാ കിട്ടിയേ? തലയിൽ നെടുക്കെ വിളച്ചു കെട്ടിയിരുന്ന റിബണിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം തിരക്കി. ഇത് കേട്ടപ്പോൾ ടോട്ടോച്ചാൻ്റെ മുഖത്ത് വിടർന്നതിലേറെ സന്തോഷം ഇനി ഉണ്ടാവുക വയ്യ. ഒരു ദിവസം മുൻപേ മാത്രമാണ് അവൾ ആ റിബൺ ധരിക്കാൻ തുടങ്ങിയത്. അവൾ സ്വയം നേടിയെടുത്ത റിബൺ. ടോട്ടോച്ചാൻ അല്പം കൂടെ അടുത്തേക്ക് നീങ്ങി നിന്നു. റിബൺ മാസ്റ്റർക്കിപ്പോൾ വ്യക്തമായി കാണാം. ഇതേ എൻ്റെ അമ്മായിയുടെ പഴയ സ്കൂൾ യൂണിഫോമിൽ ഇരുന്നതാ, അഭിമാനം പൂർവ്വം അവൾ പറഞ്ഞു. ഷെൽഫിൽ വെക്കാൻ നേരം ഞാൻ കണ്ടുപിടിച്ചു. എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അമ്മായി പറഞ്ഞല്ലോ ഞാൻ എല്ലാം ശ്രദ്ധിച്ച് നോക്കണ കുട്ടിയാന്ന്. ഓ, അങ്ങനെയാണല്ലേ? എന്തോ ഗാഢമായി ആലോചിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. റിബണിനെ കുറിച്ച് ടോട്ടോച്ചാൻ വലിയ അഭിമാനത്തിലായിരുന്നു. താൻ അമ്മായിയെ കാണാൻ പോയത് എങ്ങനെയാണെന്നും അവർ വസ്ത്രങ്ങൾ ഉണക്കിയെടുക്കുന്നത് ഭാഗ്യത്തിന് താൻ കാണാനിടെ ആയത് എങ്ങനെയാണെന്നും ഒക്കെ അവൾ വിസ്തരിച്ച് പറഞ്ഞു. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ കരിഞ്ചുവപ്പ് ന്യൂറികളുള്ള പഴയമാട്ടിൽ നീട്ടി തുന്നിയ ഒരു പാവാട ഉണ്ടായിരുന്നു. അമ്മായി പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ധരിച്ചിരുന്നതാണത്രേ. അത് അയ്യയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവാൻ നേരം ഭംഗിയുള്ള എന്തോ ഒന്ന് ഞാഞ്ഞു കിടക്കുന്നത് ടോട്ടോച്ചാൻ്റെ കണ്ണിൽ പെട്ടു. അതെന്താ ആ തൂങ്ങിക്കിടക്കണേ? നിമിഷ നേരത്തേക്ക് അമ്മായി മൗനം അവലംബിച്ചു. പാവാടയുടെ പിന്നര കെട്ടിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു നാടയായിരുന്നു അത്. പിന്നീട് അവളുടെ തലയിലെ റിബണായി മാറിയ ഭംഗിയുള്ള ആ എന്തോ ഒന്ന്. ഇത് അരയിൽ ചുറ്റിയെട്ടിയാൽ നല്ല അഴകാ, അവർ പറഞ്ഞു. ഹോ, പണ്ട് എൻ്റെ കുട്ടിക്കാലത്തും കൈകൊണ്ട് തുന്നിയ ഒരു തൂവാലയോ ഒരു നീളൻ റിബണോ അരയിൽ തിരുകാൻ ആശിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല. കൊതിയോടെ ഉറ്റുനോക്കുകയായിരുന്നു ടോട്ടോച്ചാൻ. അഴകുറ്റ ആ അരപ്പട്ടിയിൽ തന്നെ തങ്ങി നിന്ന കുഞ്ഞു കണ്ണുകൾ അമ്മായിയെ ആർദ്ര ചിത്താക്കി. അവർ പറഞ്ഞു, ഇത് നിനക്ക് തരാം ടോ, ഞാൻ ഏതായാലും ഇത് ഇനി അണിയാൻ പോണില്ല. അവരൊരു കത്രിക എടുത്തുകൊണ്ട് വന്നു. നാട പാവാടയിൽ നിന്ന് മുറിച്ചെടുത്ത് ടോട്ടോച്ചാനെ സമ്മാനിച്ചു. അങ്ങനെയാണ് അവൾക്കത് കിട്ടിയത്. മുന്തിയാത്തരം പട്ടുകൊണ്ടുള്ള ചന്തമുറ്റ റിബൺ. വിസ്താരമേറിയ അതിൻ്റെ പ്രതലത്തിൽ പനിനീർ പൂക്കളുടെയും മറ്റും ചിത്രങ്ങൾ ചാരുതയോടെ തുന്നിച്ചേർത്തിരുന്നു. അതുകൊണ്ടുള്ള പരന്ന വഴക്കമില്ലാത്ത വളച്ചുകെട്ടിന് കൊച്ചു ടോട്ടോയുടെ തലയോളം വലുപ്പം തോന്നിച്ചു. പട്ടുതുണി വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണത്രേ. സംസാരിച്ചു കൊണ്ടിരിക്കെ ടോട്ടോച്ചാൻ ഇടയ്ക്കിടെ തല ചോറിയുണ്ടായിരുന്നു. അതിനാൽ റിബൺ ഉണ്ടാക്കണ കിരുകിരു ശബ്ദം മാസ്റ്റർ വ്യക്തമായി കേട്ടു. കഥ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോൾ നേറിയ മ്ലാനത മാസ്റ്ററുടെ മുഖത്തൊന്ന് പരകുകയായി. അപ്പോ അതാണ് കാര്യം, അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഉണ്ടല്ലോ മിയോചാൻ പറയണു അവൾക്ക് നിന്റേത് പോലൊരു റിബൺ വേണമെന്ന്. ഞാൻ ഈ ജിയൊക്കെയുള്ള റിബൺ കടകളും കയറി ഇറങ്ങി. പക്ഷേ ഇത്തരമൊന്നും ഒരിടത്തുമില്ല. ഇതിപ്പോ പുറം നാട്ടിനുള്ളതാണെന്ന് ചുരുക്കം. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ഹെഡ് മാസ്റ്ററുടെ ആയിരുന്നില്ല, മറിച്ച്
മകളുടെ ശ്രാദ്ധത്തിൽപ്പെട്ട് കുഴങ്ങുന്ന ഒരു പാവം പിതാവിൻ്റെ ദയവ് ചെയ്ത് നീ സ്കൂളിൽ ആ റിബൺ ധരിക്കുന്നത് ഒഴിവാക്കാമോ? എനിക്കത് വലിയ ഉപകാരമായിരിക്കും. നോക്ക്, അല്ലെങ്കിൽ മിയോചാൻ എന്നെ ദിവസം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മതി കേട്ടോ. കൈകൾ പിണച്ചു വെച്ച് അവൾ അല്പനേരം ആലോചിച്ചു നിന്നു. ശേഷം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഉവ്വ, സമ്മതം. ഇനി ഈ റിബൺ സ്കൂളിൽ കിട്ടില്ല. വളരെ നന്ദി. മാസ്റ്റർ നെടുവീർപ്പിട്ടു. അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ മാസ്റ്റർ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളങ്ങ് സമ്മതിച്ചു. മാത്രമല്ല, തങ്ങളുടെ ആരാധനാപാത്രമായ മാസ്റ്റർ റിബൺ ഷോപ്പുകൾ മുഴുവൻ കയറി ഇറങ്ങേണ്ടി വരുന്നത് കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾക്ക് വിഷമം തോന്നി. ഇതായിരുന്നു തോമോയിലെ രീതി. ബോധപൂർവമല്ലാതെ തന്നെ എല്ലാവരും പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്തു. പ്രായഭേദമന്യേ ടോമോയിൽ അതൊരു ശീലമായി, സ്വാഭാവികമായ ഒരു കടമയായി. പിറ്റേന്ന് രാവിലെ ടോട്ടോചാൻ സ്കൂളിൽ പോയ ശേഷം അമ്മ മുറി വൃത്തിയാക്കാനായി ചെന്നപ്പോഴുണ്ട് അവളുടെ ടെഡി ബെയറിൻ്റെ പഞ്ഞി കൊണ്ടുള്ള കരടി രൂപം കഴുത്തിൽ ആ അഴകുറ്റ റിബൺ തൂങ്ങിക്കിടക്കുന്നു. ആവേശപൂർവ്വം അണിഞ്ഞു നടന്ന റിബൺ ഇത്ര പെട്ടെന്ന് അവൾ ഉപേക്ഷിച്ചത് എന്തേ? അവർ ആശ്ചര്യപ്പെട്ടു. ഓർക്കാപ്പുറത്ത് ഇത്ര മോടിയായി അണിഞ്ഞു ഒരുങ്ങിയത് ടെഡി കരടിയെ വല്ലാതെ അമ്പരിപ്പിച്ചിരിക്കുന്നതായി അവർക്ക് തോന്നി.